ഏവർക്കും യൂത്ത് ടോക്കിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഹാപ്പിനെസ്സുമായിട്ടാണ് ഡീൽ ചെയ്യാൻ പോകുന്നത്. നമ്മളോടൊപ്പം ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നത് പ്രഭാത് ഭായ് ആണ്. ബ്രഹ്മകുമാരീസിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സായ മൗണ്ട് അബുവിലെ പ്രൊഡക്ഷൻ ഹൗസായ ഗോഡ്ലിവുഡ് സ്റ്റുഡിയോയിലെ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ചാർജ് വഹിക്കുന്ന പ്രഭാത് ഭായ് ആണ്. മാത്രമല്ല കേരളത്തിൽ യൂത്തിനെ എംപവർ ചെയ്യാൻ വേണ്ടി ഒരുപാട് ക്ലാസ്സുകൾ എടുത്ത ഒരു വ്യക്തിയാണ് പ്രഭാത് ഭായ്. വെൽക്കം പ്രഭാത് ഭായ്. താങ്ക് യു. അപ്പോൾ ഇന്ന് ഹാപ്പിനെസ്സിനെ കുറിച്ചാണ് ചോദ്യങ്ങൾ. ഹാപ്പിനെസ് എങ്ങനെ ഉണ്ടാക്കാം, ഹാപ്പിനെസ് എങ്ങനെയാണ് പോകുന്നത്, ഇതൊക്കെയാണ് ടോപ്പിക്ക്. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്, നമ്മൾ രണ്ട് സിനാരിയോ കാണുന്നുണ്ട്. ഒന്നെന്ന് പറയുമ്പോൾ കുട്ടികൾക്ക് ഒരുപാട് കാര്യങ്ങൾ കിട്ടുന്നുണ്ട്, എല്ലാ റിസോഴ്സസും അവൈലബിൾ ആണ്. മറ്റൊരു ഇതിൽ ഒന്നും കിട്ടുന്നില്ല പക്ഷെ ഹാപ്പിയാണ്. ഫസ്റ്റത്തെ കമ്പയർ ചെയ്യുമ്പോൾ സെക്കൻഡാണ് കൂടുതൽ ഹാപ്പി എന്ന് തോന്നിയിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് അവരിത്ര ഹാപ്പി ആയിരിക്കുന്നത് എന്ന് വെച്ചാൽ ശ്രേയ ചോദിക്കുന്നത്, എല്ലാം പ്രൊവൈഡ് ചെയ്യപ്പെട്ട കുട്ടികളിൽ പലപ്പോഴും ഹാപ്പിനെസ് കാണുന്നില്ല. എന്നാൽ ഒന്നുമില്ലാത്ത വളരെ നിർധന ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന കുട്ടികൾ വളരെ ഹാപ്പി ആയിട്ട് ലക്ഷ്യബോധത്തോടെ മുന്നോട്ട് പോകുന്നത് കാണാൻ പറ്റും അല്ലേ? അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്. എല്ലാ യൂത്തും അവനവനോട് ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. ഇതിൻ്റെ ഒരു മെയിൻ റീസൺ ഞാൻ പറയാം. റിസോഴ്സ്ഫുൾനെസ് ഈസ് ഓൾവേസ് ബെറ്റർ ദാൻ റിസോഴ്സസ്. ഇത് രണ്ട് ശബ്ദങ്ങളാണ്. ഒന്ന് റിസോഴ്സസ്, കുട്ടികൾക്ക് റിസോഴ്സസ് ആര് പ്രൊവൈഡ് ചെയ്യുക? അവർ തന്നെ ഉണ്ടാക്കുന്നതല്ല, അച്ഛനമ്മമാരാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. എന്നാൽ റിസോഴ്സ്ഫുൾനെസ് ആര് പ്രൊവൈഡ് ചെയ്യും? പാരൻസ് കനോട്ട് പ്രൊവൈഡ് റിസോഴ്സ്ഫുൾനെസ്. റിസോഴ്സ്ഫുൾനെസ് എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തിനെ സ്വന്തമായി സമീപിച്ച് ഒരു പ്രശ്നത്തെയോ അല്ലെങ്കിൽ ഒരു ലക്ഷ്യത്തെയോ തൻ്റെ രീതിയിൽ സമീപിച്ച് അതിന് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് സ്വയം നിർദ്ധാരണം ചെയ്ത് മനസ്സിലാക്കി അതിനെ തൻ്റേതായ രീതിയിൽ നേരിടാനുള്ള കഴിവിനെയാണ് റിസോഴ്സ്ഫുൾനെസ് എന്ന് പറയുന്നത്. മലയാളത്തിൽ എന്താ പറയുന്നത് എനിക്ക് ചിന്തിക്കേണ്ടി വരും. പക്ഷെ നമ്മളിങ്ങനെ മനസ്സിലാക്കിയാൽ മതി. റിസോഴ്സ്ഫുൾനെസ് അതായത് വിഭവസമൃദ്ധമായ മനസ്സ് എന്ന് വേണമെങ്കിൽ പറയാം. ഈ വിഭവസമൃദ്ധമായ മനസ്സ് എന്താണ്? വിഭവങ്ങളെ ഉണ്ടാക്കാൻ കഴിയുന്ന മനസ്സ്. ഫോർ എക്സാമ്പിൾ, പലരും ഫൈനാൻഷ്യൽ പാർലൻസിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഒരു ബിസിനസ്സുകാരൻ, സമർത്ഥനായ ബിസിനസ്സുകാരൻ, അദ്ദേഹത്തിൻ്റെ ഒരു ഫ്രണ്ട് വളരെ മടിയനും അലസനും ആയി എവിടെയാണ് സൗകര്യത്തിന് എന്തെങ്കിലും കിട്ടാമെന്ന് മാത്രം നോക്കി നടക്കുന്ന ഒരാൾ. രണ്ടുപേരും സുഹൃത്തുക്കളൊക്കെയാണ്. ഇവരുടെ ലൈഫിൽ ഇതൊരു ഇമാജിനറി സ്റ്റോറി ആയിരിക്കാം, പക്ഷെ ഇവരുടെ ലൈഫിൽ ഒരേ ദിവസം ഒരു സംഭവം നടന്നു. എന്താണെന്ന് വെച്ചാൽ ഈ ബിസിനസ്സുകാരൻ്റെ ബിസിനസ് ഓഹരി വിപണിയുടെ തകർച്ച കാരണം തകർന്നു, സീറോ ആയി. അതേ ദിവസം തന്നെ അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട്, ഇടയ്ക്കിടയ്ക്ക് ലോട്ടറിയൊക്കെ എടുക്കുന്ന ഫ്രണ്ടിന് ലോട്ടറി അടിച്ചു. കോടിക്കണക്കിന് രൂപയുടെ ബമ്പർ ലോട്ടറി അടിച്ചു. ഫാസ്റ്റ് ഫോർവേഡ് ടു 3 years, ആ ബിസിനസ്സുകാരൻ, എല്ലാം പാപ്പരായ ബിസിനസ്സുകാരൻ പഴയതിനേക്കാൾ ശക്തിയോടുകൂടി മുന്നോട്ട് പോകുന്നു. 3 വർഷത്തിന് ശേഷം ആ കോടികൾ ബമ്പർ ലഭിച്ച ആൾ പഴയതിനേക്കാളും മോശമായിട്ട് ജീവിക്കുകയാണ്. വാട്ട് ഈസ് ദ ഡിഫറൻസ്? ഇദ്ദേഹത്തിൻ്റെ ഉള്ളിൽ അദ്ദേഹത്തിന് റിസോഴ്സ് കിട്ടി. ആർക്ക്? ഫ്രണ്ടിന്, അലസനായ ഫ്രണ്ടിന് റിസോഴ്സ് കിട്ടി. ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ റിസോഴ്സ്ഫുൾനെസ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ മനസ്സ്, അദ്ദേഹം എന്ത് ചെയ്തു? തൻ്റെ തകർച്ചയെക്കുറിച്ച് പഠിച്ചു. അവിടെ നിരാശനാവാതെ അതിൻ്റെ റീസൺ മനസ്സിലാക്കി പൂർവാധികം ശക്തിയോടുകൂടി മുന്നോട്ട് സീറോയിൽ നിന്ന് ആദ്യം തുടങ്ങി. എന്നിട്ട് വിത്തിൻ 3 years ഹി അച്ചീവ്ഡ് മച്ച് ബെറ്റർ ദാൻ വാട്ട് ഹി ഹാഡ് അച്ചീവ്ഡ് ബിഫോർ. അപ്പോൾ ഇത് എന്താണ് വ്യത്യാസം ഇവിടെ? ഒരു ഭാഗത്തെ റിസോഴ്സ്, ഒരു ഭാഗത്തെ റിസോഴ്സ്ഫുൾനെസ്. ആ ചോദ്യം വളരെ കറക്റ്റാണ് ശ്രേയ ചോദിച്ചത്. ഈ ലോകത്തിൽ എവിടെ നോക്കിയാലും മെൻ്റലി, ഫിസിക്കലി അബ്യൂസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ എത്ര പേരുടെ പേര് വേണമെങ്കിലും പറയാൻ പറ്റും. ദേ ഹാവ് കോൺട്രിബ്യൂട്ടഡ് മോർ ടു ദ സൊസൈറ്റി. എന്നാൽ അച്ഛനമ്മമാരെല്ലാം കൊടുത്തിട്ടുള്ള കമ്പ്യൂട്ടറുകളും കാര്യങ്ങളും സൗകര്യങ്ങളും വാഹനങ്ങളൊക്കെ ചെറുപ്പം മുതലേ കിട്ടി. നമ്മൾ പലപ്പോഴും വാർത്തകളിൽ കാണാറുണ്ട്, ഞാൻ പേരെടുത്ത് പറയാൻ ആഗ്രഹിക്കില്ല, വലിയ വലിയ നടന്മാരുടെ മക്കൾ ഏത് വഴിക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് കിട്ടുന്ന റിസോഴ്സുകളാണ്, ബട്ട് ദേ ഡോണ്ട് ഹാവ് ദ റിസോഴ്സ്ഫുൾനെസ്. ആൾക്കാർ പലരും സപ്പോർട്ട് ചെയ്യുന്നു, പലരും എതിർക്കുന്നു, അതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ബട്ട്
ഇവിടെ നമ്മൾ ചെക്ക് ചെയ്യേണ്ട ഒരു പോയിന്റ്, ഈ കുട്ടികൾക്ക് എന്താണ് പറ്റിക്കൊണ്ടിരിക്കുന്നത്? അച്ഛനമ്മമാർക്ക് റിസോഴ്സ് മാത്രമേ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. ദേ ആർ നോട്ട് പ്രൊവൈഡിങ് ദ റിസോഴ്സ്ഫുൾനെസ്. അച്ഛനമ്മമാർക്ക് ചെയ്യാൻ പറ്റും വേണമെങ്കിൽ, അത് വേറൊരു വലിയ വിഷയമാണ്, ഒരു വലിയ ടോപ്പിക്കാണ്. പക്ഷേ ശ്രേയ പറഞ്ഞ ക്വസ്റ്റ്യനിലേക്ക് വന്നാൽ, ഏത് യൂത്തും ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നവർ, യൂത്ത് ഷുഡ് അണ്ടർസ്റ്റാൻഡ് റിസോഴ്സ്ഫുൾനെസ് എനിക്ക് എങ്ങനെ വളർത്തണം. റിസോഴ്സ്ഫുൾനെസ് മീൻസ് നിങ്ങളുടെ കയ്യിൽ ഒന്നുമില്ലെങ്കിലും യു വിൽ മൂവ് ഫോർവേഡ്. നിങ്ങൾക്ക് ധനമില്ല, നിങ്ങൾക്ക് ഒരു വീട്ടിൽ കാറില്ല, വാഹനങ്ങളില്ല, ബട്ട് യു ഹാവ് റിസോഴ്സ്. ആൻഡ് ദിസ് ഇസ് എ ഹാബിറ്റ്. ഇതൊരു ഹാബിറ്റ്, ഇതൊരു ഡിസിഷനാണ്. ദിസ് ഇസ് ഫസ്റ്റ് എ ഡിസിഷൻ, ദെൻ എ ഹാബിറ്റ്. റിസോഴ്സ്ഫുൾനെസ് ഉണ്ടാക്കാൻ നാച്ചുറലി അടുത്ത ക്വസ്റ്റ്യൻ അതാണ് അല്ലേ, റിസോഴ്സ്ഫുൾനെസ് എങ്ങനെ ഉണ്ടാക്കാം? ശ്രേയ ചോദിച്ചില്ലെങ്കിൽ എനിക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്. റിസോഴ്സ്ഫുൾനെസ് ഉണ്ടാക്കാൻ ഉള്ള സ്റ്റെപ്പ് എടുക്കുക, അതിന് കുറച്ചധികം കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഫസ്റ്റ് അതൊരു ഡിസിഷൻ ആയിരിക്കണം. ആദ്യം മനസ്സിലാക്കണം, ഐ ഡോണ്ട് നീഡ് റിസോഴ്സസ്. ഈ മനസ്സിലാക്കൽ തന്നെ പല യൂത്തിനും കണ്ടുകൊണ്ടിരിക്കുന്ന പലർക്കും, ഒട്ടുമിക്ക പേർക്കും എൻ്റെ എക്സ്പീരിയൻസിൽ റിസോഴ്സസ് ആവശ്യമില്ല എന്ന് മനസ്സിലാക്കുന്നതിന് ഒരുപാട് കാലങ്ങളെടുത്തിട്ടും മുതിർന്നിട്ടും അത് മനസ്സിലാവാത്തവരെപ്പോഴും ഉണ്ട്. ദേ ഫീൽ ദാറ്റ് ദേ ഷുഡ് ഹാവ് റിസോഴ്സസ്. അതുകൊണ്ടല്ലേ പ്രൊട്ടസ്റ്റ് ചെയ്യുന്നത്. ഗവൺമെൻറ്റിനോട് പറയാൻ ഞങ്ങൾക്ക് റിസോഴ്സസ് തരും, ഞങ്ങൾക്ക് ഒന്നുമില്ല, ഞങ്ങൾക്ക് തന്നാലേ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. പ്രൊട്ടസ്റ്റ് ഗവൺമെൻറ്റാണ് തരേണ്ടത്. ചെറുപ്പത്തിൽ അച്ഛനമ്മമാരോട് പ്രൊട്ടസ്റ്റ്, അച്ഛനമ്മ നിങ്ങളൊന്നും തന്നില്ല, നിങ്ങളിങ്ങനെയുള്ള ആൾക്കാരായതുകൊണ്ട് എനിക്കൊന്നും കിട്ടിയില്ല, നിങ്ങളെനിക്ക് നല്ല വിദ്യാഭ്യാസം തന്നില്ല, യു ആർ ആസ്കിങ് ഫോർ റിസോഴ്സസ്. പക്ഷെ നിങ്ങൾക്ക് ഇനി മനസ്സിലായിട്ടില്ല, റിസോഴ്സ് ഇല്ലെങ്കിൽ ഒരു പ്രശ്നമില്ല. ലോകത്തിലെ മഹാന്മാരായിട്ടുള്ള കോൺട്രിബ്യൂട്ടിംഗ് മെമ്പേഴ്സ് റിസോഴ്സ് കൊണ്ടല്ല. എബ്രഹാം ലിങ്കൻ്റെ കഥ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇപ്പോൾ വന്നാൽ ഓപ്ര വിൻഫ്രേ, എത്രയോ പേര് അബ്യൂസ്ഡ് അതായത് എല്ലാ രീതിയിലും ഇമോഷണലായിട്ടും. ഓപ്ര വിൻഫ്രയുടെ ഒക്കെ കഥ നമ്മൾ കേട്ടിട്ടുണ്ട്. എത്ര തവണയാണ് അവർ അബ്യൂസ്ഡ് ആയത് ഫിസിക്കലി. വേറൊരു പെൺകുട്ടി അങ്ങനെയുള്ള അബ്യൂസ് നേരിട്ടിട്ട് ഇത്രയും ഉയരത്തിലെത്തുന്ന വളരെ ചുരുക്കം സ്റ്റോറീസേ ഉള്ളൂ. അപ്പോൾ ദർ ആർ സർട്ടൻ പീപ്പിൾ, അവരുടെ മൈൻഡ് സെറ്റ് എന്താണ്? യൂത്ത് ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം, ലുക്ക് അറ്റ് പീപ്പിൾ ഹു ഹാവ് സർവൈവ്ഡ്, ലുക്ക് അറ്റ് പീപ്പിൾ ഹു ഹാവ് ത്രൈവ്ഡ്. വളരെ ഗംഭീരമായിട്ട് ജീവിതത്തിൽ മുന്നോട്ട് പോകുന്ന ആൾക്കാരെ നോക്കിയിട്ട് വാട്ട് ഹാസ് മെയ്ഡ് ദം ത്രൈവ്. അവർ ആ ലെവലിലേക്ക് എത്താൻ അവരുടെ ഉള്ളിലെ ചില സ്കിൽസ്, ചില കഴിവുകൾ, ചില റിസോഴ്സ്ഫുൾനെസ് അതെന്തായിരുന്നു? ദിസ് ഇസ് എ ഗുഡ് എക്സസൈസ്. എൻ്റെ അഭിപ്രായത്തിൽ യൂത്തായിട്ടുള്ള എല്ലാവരും അവരുടെ ഫൗണ്ടേഷൻ വേണമെന്ന് ആഗ്രഹിക്കുന്നവർ, ദേ ഷുഡ് ലുക്ക് അറ്റ്. പണ്ടൊക്കെ നമ്മൾ പറയായിരുന്നു വായനാശീലമുള്ള സമയത്ത് യു റീഡ് ബയോഗ്രഫീസ്. നിങ്ങൾ ബയോഗ്രഫീസ് വായിക്കണം. തോമസ് എഡിസൻ്റെ വായിക്കണം, അലക്സാണ്ടർ ഗ്രഹാം ബെല്ലിൻ്റെ വായിക്കണം. അപ്പോൾ ഞാനിതെൻ്റെ അമ്മയോട് ചെറുപ്പത്തിൽ പറഞ്ഞപ്പോൾ ഷീ പ്രൊവൈഡഡ് മീ വിത്ത് എ ലോട്ട് ഓഫ് ബുക്സ്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് അതിൽ നിന്ന് കിട്ടിയ ഇൻസ്പിറേഷൻ. കാരണം അവർ അതിജീവനമാണ്. നമ്മുടെ യൂത്തിന് പറയാത്തെന്താണെന്നറിയോ? ഈ അതിജീവനത്തിൻ്റെ ശക്തിയില്ല. ചെറിയ ചെറിയ നിസാര പ്രശ്നങ്ങൾ, ജോലി കിട്ടിയില്ല, 2 ഇൻ്റർവ്യൂവിന് പോയിട്ട് ജോലി കിട്ടിയില്ല, ഫിനിഷ്ഡ്. പിന്നെ അത് അവരുടെ തലയിൽ അതൊരു വലിയ പ്രശ്നമായിട്ട് മാറി. എനിക്ക് ജോലി, ഐ ഡോണ്ട് ഹാവ് നെസസറി സ്കിൽസ്, എന്നെ ആർക്കും വേണ്ട. നിങ്ങളെ ആർക്കും വേണ്ട എന്ന് ആരാണ് തീരുമാനിക്കുന്നത്? യു ഹാവ് ഡിസൈഡഡ് ദാറ്റ്. നിങ്ങളെ എത്ര പേർക്ക് വേണമെന്ന് നിങ്ങൾ തീരുമാനിക്കണം. എക്സ്ട്രാ യു പുട്ട് ഇൻ എഫേർട്സ്. എത്രയോ എഫർട്ട് എടുക്കുന്ന ആൾക്കാർ ലോകത്തിലുണ്ട്. 2 മണിക്കൂർ എക്സ്ട്രാ നിങ്ങൾ കൊടുക്കണം. ദെൻ ദർ വിൽ ബി പീപ്പിൾ ഹു വാണ്ട് യു വിത്ത് ദം. ഐ ഡിസൈഡ് ദാറ്റ്. ആ ഒരു കോൺഫിഡൻസ്, ആ ഒരു തിരിച്ചറിവ്, കോൺഫിഡൻസ് പിന്നെ വരും, ആദ്യം തിരിച്ചറിവാണ്. ഐ ഡോണ്ട് നീഡ് റിസോഴ്സസ്, ഐ നീഡ് റിസോഴ്സ്ഫുൾനെസ്. അവിടെയാണ്. അപ്പോൾ എന്തൊക്കെയാണ് റിസോഴ്സ്ഫുൾനെസ്? അത് മഹാന്മാരുടെ ജീവിതം നോക്കിയിട്ട് എന്ത് റെസീലിയൻസ്, എന്ത് വന്നാലും പ്രശ്നമില്ല, ദർ ഈസ് എ വേ ഔട്ട്. ഒന്നും കാണുന്നില്ല. ഇപ്പം എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണം, പക്ഷെ ഒന്നും അതിന് പൈസയില്ല, അതിനുള്ള മറ്റു മാർഗങ്ങളില്ല, ഐ എം സ്റ്റക്ക്. പലരുടെയും അങ്ങനെ ഒരു അവസ്ഥയാണ്. അപ്പോഴാണ് അവർ കംപ്ലൈൻറ്റ് പറയുന്നത്, എൻ്റെ അച്ഛനമ്മമാർ എനിക്കൊന്നും പ്രൊവൈഡ് ചെയ്യില്ല. നോട്ട് നെസസറി. റിസോഴ്സസ് വിൽ കം ടു യു. നിങ്ങൾ നിങ്ങളുടെ മൈൻഡിൻ്റെ റിസോഴ്സ്ഫുൾനെസ് യൂസ് ചെയ്യാൻ തുടങ്ങും. അറ്റ്ലീസ്റ്റ് ബിലീവ് ഇൻ ദാറ്റ്. സ്റ്റാർട്ട് ബിലീവിങ് ദാറ്റ് യുവർ റിസോഴ്സ്ഫുൾനെസ്
നിങ്ങളുടെ റിസോഴ്സ്ഫുൾനെസ് എല്ലാ റിസോഴ്സസിനെയും കൊണ്ടുവരും. ഇതിനെയാണ് ഈ മനഃശാസ്ത്രജ്ഞർ പവർ ഓഫ് മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത്. പ്രഭാത് ഭായ് ഇത്രയും പറഞ്ഞതിൽ എങ്ങനെ ഒരാൾ സക്സസ് ആവാം എന്നുള്ളതിൻ്റെ ഒരു തിയറീസ് ആയിട്ട് തോന്നി. അപ്പോൾ ഇതിലെങ്ങനെയാണ് ഹാപ്പിനെസ് കണ്ടെത്തുക എന്നുള്ളതാണ്. നോക്കൂ, ഒരർത്ഥത്തിൽ നമ്മൾ ഈ സക്സസ്സിനെ വേറൊരു സബ്ജക്റ്റാക്കി വെച്ചിരിക്കുകയാണ് യഥാർത്ഥത്തിൽ. വി തിങ്ക് ദാറ്റ് സക്സസ് ഈസ് എ ഡിഫറെൻറ്റ് ടോപ്പിക് ദാൻ ഹാപ്പിനെസ്. നമ്മൾ ഈ ടോപ്പിക്ക് തിരിക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് അറിയോ? വി നീഡ് മോർ ടോപ്പിക്സ്. മീ ആസ് എ സ്പീക്കർ ഞാൻ എപ്പോഴും നോക്കുന്നത് ഏതൊക്കെ ഡിഫറെൻറ്റ് ടോപ്പിക്സിൽ സംസാരിക്കാം. ബട്ട് ആക്ച്വലി ദിസ് ആർ ഓൾ ഇൻ്റർ കണക്റ്റഡ്. യു കനോട്ട് ബി ഹാപ്പി ഇഫ് യു ആർ നോട്ട് സക്സസ്ഫുൾ. പക്ഷെ ആ സക്സസ് നമ്മൾ വിചാരിക്കുന്നത് ഇപ്പോൾ ഒരാൾ സക്സസ് ആവുന്നത് എപ്പോഴാണ്? ഒരു നിശ്ചിത ജോലി കിട്ടി, അല്ലെങ്കിൽ സമ്പാദ്യമായി, അല്ലെങ്കിൽ സമൂഹത്തിലെ കണക്ഷൻസായി, എന്ത് വേണോ അത് നേടിയെടുക്കാനുള്ള കഴിവ്. ദാറ്റ് ഈസ് നോട്ട് സക്സസ്. സക്സസ് ക്യാൻ ഹാപ്പൻ. ഇതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. ഐ വിഷ് ഓൾ യൂത്ത് അണ്ടർസ്റ്റാൻഡ് ദിസ്. സക്സസ് ക്യാൻ ഓൺലി ഹാപ്പൻ അറ്റ് ദിസ് മൊമെൻറ്റ്. സക്സസ് ഉണ്ടാവുന്നത് ഈ സമയത്താണ്, ദിസ് വെരി മൊമെൻറ്റ്. ഞാൻ ഒരുപാട് ക്ലാസ്സുകളിൽ ഈ ദിസ് മൊമെൻറ്റിൻ്റെ കാര്യത്തിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. ബിക്കോസ് ഇറ്റ്സ് സോ ഇമ്പോർട്ടൻറ്റ്. ഐ എം റിപ്പീറ്റിംഗ് ദ സെയിം തിങ് ഹിയർ. സക്സസ് ഈസ് എ ഫീലിംഗ് വിച്ച് യു ഗെറ്റ് റൈറ്റ് നൗ. അത് നാളെ കിട്ടില്ല. വി പോസ്റ്റ്പോൺ സക്സസ്. നമ്മൾ വിചാരിക്കുന്ന നല്ല ജോലി, നല്ല ശമ്പളമുള്ള ജോലി കിട്ടിയാലാണ് സക്സസ്. ചിലർക്കത് വേറെ പല കാര്യങ്ങളാണ്. ബട്ട് ബേസിക്കലി മണി, റിസോഴ്സസ്, ഗുഡ് എഡ്യൂക്കേഷനിലും കുഴപ്പമില്ല. ഇന്നത്തെ കാലത്ത് പലരും ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട്, എന്തിനാ ഒരുപാട് പഠിച്ചു പോകുന്നു, എന്തെങ്കിലും ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കും. ഓഫ് കോഴ്സ് മണി ഈസ് വൺ ഓഫ് ദ ഫാക്ടേഴ്സ് ദാറ്റ് ഡിഫൈൻ സക്സസ്. പക്ഷേ സക്സസ് യഥാർത്ഥത്തിൽ ഈ നിമിഷത്തിലുള്ള എൻ്റെ മനസ്ഥിതിയാണ്. വാട്ട് ആം ഐ റൈറ്റ് നൗ? നാളെ സക്സസ്ഫുൾ ആവുന്നുള്ളൊരു സംഗതിയില്ല. അതൊരു വെറും ഒരു മിത്താണ്. യു കനോട്ട് ബി സക്സസ്ഫുൾ ടുമോറോ ഓർ 10 years ആഫ്റ്റർ. ആർ യു സക്സസ്ഫുൾ റൈറ്റ് നൗ? നിങ്ങളുടെ റിസോഴ്സ്ഫുൾ ആയ മൈൻഡ് ആണെങ്കിൽ യു ആർ സക്സസ്ഫുൾ റൈറ്റ് നൗ. ബിക്കോസ് യുവർ റിസോഴ്സ്ഫുൾ മൈൻഡ് വിൽ ഓൺലി സീ ഓപ്പർച്യൂണിറ്റീസ്. റിസോഴ്സ്ഫുൾ അല്ലാത്ത ഒരാളുടെ മൈൻഡ് നെഗറ്റീവ്. എനിക്ക് എന്താണ് ഇല്ലാത്തത്, എനിക്കിതെന്താണ്, എന്തുകൊണ്ട് എനിക്കിത് കിട്ടിയില്ല, എന്താണ് എൻ്റെ അച്ഛനമ്മമാർ ഇത് പ്രൊവൈഡ് ചെയ്യാത്തത്, എന്തുകൊണ്ട് എനിക്ക് നല്ല സ്കൂളിൽ പോകാൻ പറ്റിയില്ല. ദേ മേക്ക് റീസൺസ് ഫോർ ദെയർ ഫെയിലുവർ. ദേ ആർ നോട്ട് സക്സസ്ഫുൾ ബിക്കോസ് ദേ ആർ നോട്ട് റിസോഴ്സ്ഫുൾ, ബിക്കോസ് ദേ ആർ നോട്ട് ഹാപ്പി. സീ ദ കണക്ഷൻ. ഞാൻ റിസോഴ്സ്ഫുൾ അല്ല, അതുകൊണ്ട് ഞാൻ ഈ നിമിഷത്തിൽ സക്സസ്ഫുൾ അല്ല, സോ ഐ എം നോട്ട് ഹാപ്പി. സോ ഇത് എല്ലാം കണക്റ്റഡ് ആണ്. സക്സസ്സിനെ നമ്മൾ ഇപ്പോൾ എന്താ പറ്റിയെന്ന് വെച്ചാൽ, നമ്മുടെ ഡെഫിനേഷൻ ഓഫ് സക്സസ് ഹാസ് ബിക്കം സോ മെറ്റീരിയലിസ്റ്റിക്. അത് റോങ് ഇതായി കഴിഞ്ഞു. അതുകൊണ്ട് ഇപ്പോൾ പലരും ഇത് ലോകത്തിൽ ഇപ്പോഴും ട്രെൻഡാണ്. സക്സസ് ക്ലാസ്സസ് നടത്തുന്നുണ്ടല്ലോ, അതിൻ്റെ ഇത് കുറഞ്ഞു വരികയാണ്. അതിലത്തെ പാർട്ടിസിപ്പൻസ്, അത് ആൾക്കാർക്ക് അതിനോടുള്ള ആഭിമുഖ്യം കുറയുന്നു. ബിക്കോസ് പീപ്പിൾ ആർ നോ കൺഫ്യൂസ്ഡ്. ഇവർ പറയുന്ന സക്സസ്സും ഞാൻ ഉദ്ദേശിക്കുന്ന സക്സസ്സും തമ്മിൽ കണക്റ്റ് ആവുന്നില്ല. സോ അത് എന്താ പറ്റിയെന്ന് വെച്ചാൽ, ഈ 90s ഈ ട്രെൻഡ് തുടങ്ങിയത്. സക്സസ് മോട്ടിവേഷണൽ ക്ലാസ്സസ് തുടങ്ങിയത് 90s. ഇപ്പോൾ അത് 2010 വരെ അതിൻ്റെ സ്ട്രീം ഉണ്ടായിരുന്നു. അതിനുശേഷം ആൾക്കാർ വളരെ കൺഫ്യൂസ്ഡ് ആണ്. ബിക്കോസ് സക്സസ് ക്ലാസ്സസ് നടത്തിയ പലരും പാപ്പരായി. ഒരുപാട് പേര്, കുറച്ച് പേര് അതിനെ അതിജീവിച്ച് മുന്നോട്ട് പോയി, ദ റിയൽ പീപ്പിൾ. പക്ഷെ അധികം പുസ്തകങ്ങൾ എഴുതിയ ഒരുപാട് പേരുടെ തകർച്ച എല്ലാ പബ്ലിക്കേഷൻസിലും ഇൻ്റർനെറ്റിലും ഒക്കെ വന്നു. ഇതിലുള്ള പുസ്തകങ്ങൾ മോട്ടിവേഷണൽ പുസ്തകങ്ങൾ എഴുതിയത്. അപ്പോൾ പീപ്പിൾ നാച്ചുറലി ലോസ്റ്റ് ദെയർ കോൺഫിഡൻസ്. അപ്പോൾ അത് വളരെ ഫേമസ് ആയിട്ടുള്ള ആൾക്കാരാണ്. അവരുടെ പേര് ഞാൻ പേരെടുത്ത് പറയുന്നില്ല. ഇഫ് യു ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടും. സക്സസിൻ്റെ പുസ്തകങ്ങൾ എഴുതിയിട്ടും ജീവിതത്തിലൊന്നും ആവാതെ പോയവരുടെ കഥകൾ ധാരാളം പേരുണ്ട്. സോ ദേ ഹാവ് സം കൈൻഡ് ഓഫ് സ്യൂഡോ സെൻസ് ഓഫ് സക്സസ്. സക്സസ് വേറെ ഒന്നുമല്ല, ഐ ഹാവ് ദ എബിലിറ്റി ടു മേക്ക് എനിത്തിങ് ഇൻ മൈ ലൈഫ്. ഈ ബോധ്യം എനിക്കിപ്പോൾ ഉണ്ടെങ്കിൽ
ഈ ചില പാവപ്പെട്ട വീട്ടിലത്തെ കുട്ടികൾ വളരെ ഹാപ്പി ആയിട്ടിരിക്കുന്നവരുടെ കാര്യം പറഞ്ഞില്ലേ, അവരുടെ ലൈഫ് ഞാൻ നോക്കേണ്ട. ഇപ്പം എൻ്റെ മനസ്സിൽ കുറച്ച് പേര് വരും. ഞങ്ങളുടെ തന്നെ ഏരിയയിലുണ്ടായിരുന്ന കുറച്ച് കുട്ടികൾ വളരെ അവരുടെ അമ്മ ചെറുപ്പത്തിൽ ഞങ്ങളുടെ വീട്ടിൽ വന്ന് ജോലി ചെയ്തിട്ടാണ് ഇവർക്ക്, അച്ഛനും എന്തെങ്കിലും കൂലിപ്പണിക്ക് പോകും, ബട്ട് ഹീ ഈസ് എ ഹാർട്ട് പേഷ്യൻറ്റ്. എനിക്ക് അവരുടെ കാര്യം ഇപ്പോഴും ഓർമ്മയുണ്ട്. 3 കുട്ടികൾ, all 3 ആർ സക്സസ്ഫുൾ അവരവരുടെ മേഖലയിൽ. ഒരാൾ സക്സസ്ഫുൾ എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കും എന്താണ് സക്സസ്. ഒരാൾ വലിയൊരു മെക്കാനിക്കാണ് കോയമ്പത്തൂരിൽ, പേര് പറഞ്ഞാൽ കോയമ്പത്തൂരൊക്കെ അറിയും. ദാറ്റ് ഈസ് സക്സസ്. ആവശ്യത്തിലധികം പൈസയുണ്ട്. മെക്കാനിക്കൽ ഇതിനോട് ചെറുപ്പത്തിൽ തന്നെ ആഭിമുഖ്യം ഉണ്ടായിരുന്നു. ഹി ഹാഡ് നോ ഡൗട്ട്. സ്കൂളിൽ പഠിക്കാനൊന്നും അധികം ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. ഹി വാസ് ഓൾവേസ് ഹാപ്പി. എനിക്ക് അപ്പോൾ എൻ്റെ മുഖം ഇപ്പോഴും ഓർമ്മയുണ്ട്. ആ ചെറുപ്പത്തിലെ മുഖം ഇപ്പോഴും ഞാൻ വന്നു എന്ന് പറഞ്ഞിട്ട് കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. ദേ ഹാവ് ദാറ്റ് റിസോഴ്സ്ഫുൾനെസ്. അവർക്കൊരു ഡൗട്ടില്ല, ഞാനൊരു ഗ്യാരേജ് തുടങ്ങാൻ പോവാണല്ലോ, ഇതൊരു ചെറിയ ജോലിയല്ല. ഹിസ് വൺ ഓഫ് ദ മോസ്റ്റ് സക്സസ്ഫുൾ ഗ്യാരേജ് ഓണേഴ്സ് ഇൻ തമിഴ്നാട്. അപ്പോൾ ദിസ് ഈസ് സക്സസ്. ഹി ഈസ് വെരി ഹാപ്പി. അദ്ദേഹത്തിൻ്റെ ഈ എക്സ്യൂബറൻസ്, യൂത്ത്ഫുൾ എക്സ്യൂബറൻസ് കൊണ്ട് ബേസിക്കലി ബിക്കോസ് ഓഫ് ദാറ്റ് അവിടുത്തെ വളരെ പേര് കേട്ട സമ്പന്നമായ ഒരു ഫാമിലിയിലത്തെ പെൺകുട്ടി, നമ്മൾ ആ കഥകളൊക്കെ അവിടെ പറയാറുണ്ട്. ഷീ സെഡ്, ഐ വിൽ ഓൺലി മാരി ദിസ് പേഴ്സൺ. ഈസ് എ മെക്കാനിക്, ഈസ് എ ഗാരേജ് നടത്തുന്ന ഒരാളാണ്. ദേ ആർ വെരി ഹാപ്പി. അവരുടെ അച്ഛനമ്മ പോലും അംഗീകരിച്ചു അവരുടെ ബന്ധം. അവരെതിർത്തില്ല. ബിക്കോസ് വൺസ് ഐ സോ ദിസ് പേഴ്സൺ, അവരുടെ ഡൗട്ട്സ് എല്ലാം പോയി. ബിക്കോസ് ഈസ് സച്ച് എ പ്ലസൻറ്റ് പേഴ്സൺ, സച്ച് എ പ്ലസൻറ്റ് പേഴ്സൺ. ദാറ്റ് ഈസ് സക്സസ്. അതുപോലെ തന്നെ മറ്റ് 2 പേരും സിമിലർ ആയിട്ടുള്ള കാര്യങ്ങളിൽ അവരവരുടേതായിട്ടുള്ള ഫാക്ടറികൾ സ്ഥാപിച്ചു. അപ്പോൾ അത് ഞാൻ വിചാരിച്ചു, എനിക്ക് അങ്ങനെ ഒരു കോൺഫിഡൻസ് എനിക്ക് വന്നിട്ടില്ല. ഐ ക്യാൻ ബിൽഡ് എ ഫാക്ടറി. നമ്മുടെ ലൈൻ ഓഫ് കോഴ്സ് വേറെയാണ്, ബട്ട് എന്നാലും ആ കോൺഫിഡൻസ് ഒന്ന് ആലോചിച്ച് നോക്കുന്നത് എവിടെ നിന്ന്? ദാറ്റ് കംസ് ഫ്രം റിസോഴ്സ്ഫുൾനെസ്. അവർക്ക് സംശയങ്ങളില്ലായിരുന്നു. അപ്പോൾ ദിസ് ഈസ് ഡയറക്ട്ലി കണക്റ്റഡ്. അവരെല്ലാ സമയത്തും സക്സസ്ഫുൾ ആയിരുന്നു. വെൻ ഐ റിമെമ്പർ ദം ഇൻ ദ പാസ്റ്റ്, വർഷങ്ങൾക്ക് മുമ്പ് അവരുടെ മുഖം, ദേ വർ വെരി ഹാപ്പി. അവരുടെ സമ്പാദിച്ചു കൊണ്ടുവരാൻ ഒന്നും ഉണ്ടായിരുന്നില്ല. അവരുടെ പലപ്പോഴും ഫുഡ് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് വാങ്ങിയിട്ട് പോകും. ഞങ്ങളുടെ വീട്ടുകാരൊക്കെ പറഞ്ഞു, നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും വന്ന് ഫുഡ് നിങ്ങൾ വാങ്ങിക്കോളൂ. അവർ പലപ്പോഴും വന്ന് ഫുഡില്ലാതെ ഫുഡ് വാങ്ങിയിട്ട് പോയിട്ട് കുട്ടികൾക്ക് കൊടുക്കും. നമുക്കൊന്നും അങ്ങനെ ഒരു സ്ഥിതി വന്നിട്ടില്ല. ബട്ട് അങ്ങനെ വന്നതുകൊണ്ട് അവർക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടായോ? അവരുടെ കുട്ടികൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടായോ? അവരെല്ലാം ദേ ഹാവ് സീൻ ലൈഫ്. അവരെല്ലാം സീറോ എന്ന് ബിൽഡ് ചെയ്യാൻ അവർക്കറിയാം. ദാറ്റ് ഈസ് എ പ്രോബ്ലം. നമ്മുടെ പ്രോബ്ലം അതാണ്, നമ്മൾ സീറോ കണ്ടിട്ടില്ല. സോ സംടൈംസ് വി ലാക്ക് ഇൻ എക്സ്പീരിയൻസ്. സോ അത് അവർക്ക് ഒരു ആഡഡ് അഡ്വാൻറ്റേജ് ആവേണ്ട. ഇറ്റ് ഡസൻറ്റ് മീൻ ദാറ്റ് നമ്മളെല്ലാവരും സീറോയിൽ പോയിട്ടേ പിന്നെ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്നല്ല. ബേസിക്കലി ഇറ്റ്സ് അവർ റിസോഴ്സ്ഫുൾനെസ്. അത് ഏത് തരം, നിങ്ങൾ എത്ര സമ്പന്നനാണെങ്കിലും യു ക്യാൻ മേക്ക് യുവർ സെൽഫ് റിസോഴ്സ്ഫുൾ. പക്ഷേ അതിന് ചില ഫാക്ടേഴ്സ് ഉണ്ട്. നമുക്ക് ഹാപ്പിനെസ്സിലേക്ക് തിരിച്ചു പോവാം. എല്ലാം പ്രൊവൈഡ് ചെയ്യുന്ന വീട്ടുകാരുടെ ആ കുട്ടിയും ഒന്നും ഇല്ലാത്ത കുട്ടിയും ആരായിക്കോട്ടെ, അവർക്ക് ചിലപ്പോൾ ഓരോ ദിവസം ഓരോരോ മൂഡ് സ്വിങ്സ് ഉണ്ടാകും. അപ്പോൾ ചിലപ്പോൾ നല്ല ഹാപ്പി ആയിരിക്കും, ചിലപ്പോൾ ഭയങ്കര ഡള്ളായിരിക്കും. ചിലപ്പോൾ ഹാപ്പിയുള്ള ദിവസങ്ങൾ എല്ലാവരും, ഞാൻ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും എല്ലാവർക്കും ഹാപ്പിനെസ് കൊടുക്കുന്നതായിരിക്കും തിരിച്ചും. അപ്പോൾ എന്തുകൊണ്ടാണ് ഹാപ്പിനെസ് അൺസ്റ്റേബിൾ ആയിരിക്കുന്നത്? എനിക്ക് തോന്നുന്നത് ശ്രേയ ഉപയോഗിച്ചൊരു വാക്കുണ്ടല്ലോ, മൂഡ് സ്വിങ്സ്. അതായിരിക്കും ഇതിന് കൂടുതൽ അനുയോജ്യം. കാരണം നമ്മൾ ഇതിനെ സംടൈംസ് വി സേ വി ആർ ഇൻ എ ഹാപ്പി. നമ്മൾ ചിലപ്പോൾ പറയും നമ്മൾ ഹാപ്പി മൂഡിലാണ്, ചിലപ്പോൾ നമ്മൾ പറയും കുറച്ച് ഡള്ളായി. യൂത്ത് സാധാരണ യൂസ് ചെയ്യുന്ന വാക്കാണ് അല്ലേ? അതുകൊണ്ടാണ് ഈ സാഡ് ഇമോജിയൊക്കെ ഉണ്ടായിരുന്നു. ഹാപ്പി ഇങ്ങനെ, സാഡ് ഇങ്ങനെ. അപ്പോൾ ഇതിൽ വലിയൊരു പ്രശ്നം, വി ഹാവ് അക്സെപ്റ്റഡ് ദിസ്. നമ്മൾ ചില സമയത്ത് ഇപ്പോൾ ഈ ഫേസ്ബുക്കൊക്കെ ഉപയോഗിക്കുന്നവർ ധാരാളം ഇമോജീസൊക്കെ യൂസ് ചെയ്യും. അപ്പോൾ നൗ ഐ എം ഫീലിംഗ് സാഡ്. അവർക്കത് പറയാനൊരു മടിയില്ല, കാരണം ദേ തിങ്ക് ഇറ്റ് ഈസ് ഓക്കെ ടു ബി സാഡ്. ശരിക്കും നമുക്ക് വേണമെങ്കിൽ പറയാം ഇറ്റ് ഈസ് ഓക്കെ ടു ബി സാഡ്. ചില സമയത്ത് ആ മൂഡ് സ്വിങ്സ് വന്നോട്ടെ. അതിന് പല, ഇപ്പോൾ എനിക്കൊരു ഓർമ്മ വരുന്നത് ആർട്ടിസ്റ്റിക് ടെൻഡൻസീസ് ഉള്ളവർക്ക് ദേ ഹാവ് ടെറിബിൾ മൂഡ് സ്വിങ്സ്. വിൻസെൻ്റ് വാൻ ഗോഗ് ഒക്കെ ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാവും.
അദ്ദേഹത്തിൻ്റെ മൂഡ് സ്വിങ് വളരെ പ്രസിദ്ധമാണ്. ബട്ട് അദ്ദേഹം അത്തരം ശ്രേഷ്ഠമായ കലാസൃഷ്ടികൾ ഉണ്ടാക്കുകയും ചെയ്തു. അപ്പോൾ ഈ മൂഡ് സ്വിങ്സ് വേണമെങ്കിൽ അദ്ദേഹത്തിന് പ്രചോദനമായി എന്ന് പറയാം, നമ്മൾ അങ്ങനെ എടുക്കാൻ തയ്യാറാണെങ്കിൽ. അല്ല, നമുക്കിനി മൂഡ് സ്വിങ്സ് വേണ്ടെങ്കിൽ ദർ ഈസ് എ വേ ടു ഡു ദാറ്റ് ഓൾസോ. അതിനാദ്യം മനസ്സിലാക്കേണ്ട ദർ ഈസ് ഇമോഷണൽ സ്റ്റെബിലിറ്റി എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. സദാ ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റും. പക്ഷേ ഇതൊരു നോർമൽ ഇതല്ല. ആൾക്കാർ വിചാരിക്കുന്നത് ലൈഫിൽ രണ്ടും വേണം, രണ്ടും ഉണ്ടാവും. ഹാപ്പിനെസ് ചില സമയത്ത് നമ്മൾ ഹാപ്പി ആയിരിക്കും, ചില സമയത്ത് നമ്മൾ ദുഃഖിതരായിരിക്കും. അക്സെപ്റ്റഡ് ആണ്. എന്നാൽ നിങ്ങൾക്ക് തിരിച്ച് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിലും നമ്മുടെ ചില പ്രവൃത്തികളിലും മറ്റ് റിലേഷൻസിനോട് കൂടെയുള്ളവരോട് നമ്മളുടെ വ്യവഹാരങ്ങളിലും കോൺഷ്യസ് ആയിട്ടുള്ള ബോധപൂർവമുള്ളൊരു മാറ്റം കൊണ്ടുവരാൻ തയ്യാറാണെങ്കിൽ ഇറ്റ് വിൽ ഓൺലി ടേക്ക് 6 months to 1 year. നമ്മൾ ശരിയായ രീതിയിൽ അത് അവെയർനെസ്സോട് കൂടി ഒന്ന് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സ്റ്റേബിൾ ആവാൻ സാധിക്കും. ഒരു സ്റ്റെബിലിറ്റി ഉണ്ട്. ചില നോക്കൂ, എപ്പോഴും ഒരു കാര്യം മനസ്സിലാക്കണം. എന്തെങ്കിലും തരത്തിലുള്ള ചിന്തയിലോ പ്രവൃത്തിയിലോ നോക്കൂ, അധികം നമ്മൾ വായ കൊണ്ട് പറയുന്നതിൽ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. നമ്മളാരെയും അങ്ങനെ പോയി ചീത്ത വിളിക്കാറോ അങ്ങനെയൊന്നുമില്ല. കർമ്മങ്ങളൊക്കെ നമ്മൾ വളരെ ശ്രദ്ധിച്ച് ചെയ്യും. പക്ഷെ തോട്ട്സിൻ്റെ കാര്യത്തിൽ നമ്മൾ വളരെ ലൂസാണ്. നമ്മൾ എന്തും ചിന്തിച്ച് എവിടെ വേണമെങ്കിലും എത്തും. ദാറ്റ് ക്യാൻ ബി ദ കോസ് ഓഫ് യുവർ മൂഡ് സ്വിങ്സ്. നിങ്ങൾക്ക് ചിന്തകളുടെ മേലെ കടിഞ്ഞാണില്ലെങ്കിൽ, നിങ്ങളുടെ ഫാൻറ്റസികളും നിങ്ങളുടെ ഡിസയറുകളും നിങ്ങളങ്ങനെ അഴിച്ചു വിടുകയാണെങ്കിൽ മനസ്സിൽ, യു ആർ എ പേഴ്സൺ ഹു വിൽ ബി ഹാവിങ് മൂഡ് സ്വിങ്സ്. അപ്പോൾ നമ്മൾ ചിന്തിക്കുന്ന, നമുക്ക് എന്ത് വേണമെങ്കിലും ചിന്തിക്കാമല്ലോ. നമ്മൾ ചിന്തിക്കുന്നത്, ചിലർ പറയില്ല അങ്ങനെ ചിന്ത കാട് കയറി പോകുമ്പോൾ ഒരു സുഖം, അതൊരു നല്ല സുഖമൊന്നുമല്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ മൂടിയായിട്ട് 2 ദിവസം ഇരിക്കേണ്ടി വരും. അതെന്തിനെക്കുറിച്ചായിക്കോട്ടെ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഞാൻ വെറുതെ ഒരു എക്സാമ്പിൾ പറയുകയാണ്. ഇപ്പോൾ യൂത്തിൻ്റെ ഇടയിലെ റിലേഷൻഷിപ്സൊക്കെ, ലവ് അഫെയർസൊക്കെ വളരെ കോമൺ ആണ്. ശരി, രണ്ട് പേർക്കില്ല, ഒരാൾക്ക് ഒരു ലവ് അഫെയർ വന്നു, മറ്റേ ആൾക്കൊന്നും അറിയുന്നില്ല എന്ന് വിചാരിച്ചോളൂ. അപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ ചിന്തിച്ച് പോവാണ്. ചിന്തിച്ച് പോയിട്ട് എവിടെയാണ് എത്തുന്നത്? അദ്ദേഹം നല്ലൊരു ലെവലിലല്ല എത്തുന്നത്. കാരണം ഇദ്ദേഹത്തിന് ഈ മുൻപിലുള്ള ആൾ തന്നെ ശ്രദ്ധിക്കാത്തതിൽ വളരെ പ്രശ്നമുണ്ട്. എന്നാൽ ഇദ്ദേഹത്തിൻ്റെ പേഴ്സണാലിറ്റി അത്രയും ഡെവലപ്പല്ല. അങ്ങോട്ട് പോയിട്ട് ഇങ്ങനെയൊക്കെയാണെന്ന് പറയാനുള്ള ശക്തി അദ്ദേഹത്തിനില്ല. ഇത് വളരെ കോമൺ ആണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. സോ ഇദ്ദേഹത്തിന് ആകെ ഒരു സുഖം എന്താണെന്നറിയോ? ഇമാജിനേഷൻ. അങ്ങനെ ചിന്തിച്ച് കാട് കയറിപ്പോവും. പോയിട്ട് അവസാനം എന്താണ് റിസൾട്ട്? ഒന്നും നടന്നതില്ല, ആൾ ആകെ ഗ്ലൂമി ആയിട്ടിരിക്കും. അപ്പോൾ ഇപ്പോൾ നമ്മൾ പറയും ദിസ് എ മൂഡ് സ്വിങ്. പ്രശ്നം എന്താണ്? നിങ്ങളോട് ഇത്ര കാട് കയറി പോകാൻ പറഞ്ഞു? നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? നിങ്ങൾ ആ കാര്യം ശരി, ഇന്ന് നടന്നില്ല, ഇനി മറ്റേ ആൾക്ക് വേറെ എന്തെങ്കിലും ഇഷ്ടങ്ങളാണ്. ഓക്കെ, ദാറ്റ് ഈസ് ക്വൈറ്റ് കോമൺ. 2 ആൾ തമ്മിൽ കോമ്പാറ്റിബിലിറ്റി വന്നില്ല, ഇറ്റ്സ് ഓക്കെ. അത് പറ്റില്ല, പിന്നെ 4 ദിവസം കൂടി ചിന്തിക്കണം. പിന്നെ വേണമെങ്കിൽ 2 പെഗ് ഒക്കെ എടുത്തിട്ട് വീണ്ടും ചിന്തിക്കണം. അപ്പോൾ ഇങ്ങനെയൊക്കെ നിങ്ങൾ പോയാൽ യു ആർ എ വെരി മൂഡി പേഴ്സൺ, യു ആർ എൻ അൺസ്റ്റേബിൾ പേഴ്സണാലിറ്റി. ഇതൊക്കെ ശരിയാക്കി എടുക്കാൻ പറ്റും. ഇതാണ് നമ്മുടെ വ്യക്തിത്വ വികസനം എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ്. ആന്തരിക വ്യക്തിത്വ വികസനം. ഇഫ് യു വർക്ക് ഓൺ സർട്ടൻ തിങ്സ്, ഉള്ളിലുള്ള ചില ചിന്തകൾ നമ്മൾ എവിടേക്കാണ് കടിഞ്ഞാണില്ലാതെ വിടുന്നത്, അതിന് ചെറിയ രീതിയിൽ നമ്മളൊന്ന് കൺട്രോൾ ചെയ്താൽ യു ക്യാൻ റിമെയിൻ വെരി ഹാപ്പി. അതിന് ഒന്ന് ചെയ്യേണ്ടു, ഗിവ് റൈറ്റ് റീസൺസ് ടു ദ മൈൻഡ്. മനസ്സിനോട് സംസാരിക്കണം. നോക്കൂ, ദിസ് ഇസ് നോട്ട് എ ബിഗ് പ്രോബ്ലം, ഇതെനിക്ക് മാനേജ് ചെയ്യാൻ പറ്റും, ഇതൊക്കെ വളരെ സ്വാഭാവികമാണ്. എനിക്കിഷ്ടം തോന്നുന്ന ഒരാൾക്ക് എന്നോട് ഇഷ്ടം തോന്നുന്ന ഒരു നിർബന്ധമില്ല. ആൻഡ് ഇറ്റ് ഈസ് ഓക്കെ. എനിക്ക് 100 കണക്കിന് കഴിവുകൾ വേറെയുണ്ട്, ലെറ്റ് മീ ഫോക്കസ് ഓൺ ദാറ്റ്. അപ്പോൾ എനിക്ക് ശരിയായിട്ടുള്ള ആൾക്കാർ എന്നെ തിരഞ്ഞു വരും. ദിസ് ഇസ് ദ റിയൽ. അപ്പോൾ നോക്കൂ, ഈ യൂത്തിന് എന്തുകൊണ്ട് ഇങ്ങനെ ചിന്തിക്കാൻ വേണമെങ്കിൽ പറ്റില്ലേ? പറ്റും. ബട്ട് മോസ്റ്റ്ലി അവർ യൂത്ത് പ്രിഫർ ദ അതർ വേ. ചിന്തിച്ച് കാട് കയറുന്നതിലേക്ക് പോകും. സോ മൂഡ് സ്വിങ്സ്, ഹാപ്പിനെസ് പോവാത്ത ഇതിൻ്റെയൊക്കെ പിന്നിൽ വ്യക്തമായിട്ടുള്ള റീസൺസ് ഉണ്ട്. നമ്മളെ തന്നെ അനലൈസ് ചെയ്ത് നമ്മുടെ മനസ്സിൽ എന്തൊക്കെയാണ് നടക്കുന്നത് നോക്കി ഒരു നല്ലൊരു പ്ലാൻ കൊടുത്ത് എല്ലാ ദിവസവും കുറച്ച് രാവിലെ എഴുന്നേറ്റ് ഇഫ് യു ക്യാൻ റൈറ്റ് പോസിറ്റീവ് തോട്ട്സ്, അവനവനെക്കുറിച്ച് കുറച്ച് ശുദ്ധമായ സങ്കല്പങ്ങൾ എഴുതിയാൽ ഒരു 6 മാസം കൊണ്ട് മൈൻഡിനെ പോസിറ്റീവ് ആക്കാവുന്നേ ഉള്ളൂ. ദെൻ യു വിൽ നോട്ട് ഫീൽ എനി മൂഡ് സ്വിങ്സ്. ശരി, എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ നിങ്ങൾ പറയും ഇത് ഇത്രയേ ഉള്ളൂ, ഇതൊരു വലിയ പ്രശ്നമല്ല, ഐ ക്യാൻ ഹാൻഡിൽ ദിസ്.
അപ്പോൾ ഇന്നത്തെ ഡിസ്കഷനിലൂടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലായി. ഹാപ്പിനെസ് ഒരു ഇൻസൈഡ് പ്രോസസ്സാണ്. ഹാപ്പിനെസ്സും റിസോഴ്സ്ഫുൾനെസ്സും സക്സസ് എല്ലാം വളരെയധികം ഇൻ്റർ റിലേറ്റഡ് ആയിട്ടുള്ള ഘടകങ്ങളാണ്. ഇനി നമുക്ക് അടുത്ത പ്രാവശ്യം ഒരു ഇമോഷണൽ അൺസ്റ്റെബിലിറ്റി വരുന്ന സമയത്ത് ശരിയായ ക്വസ്റ്റ്യൻസ് ചോദിക്കാം, നല്ലൊരു ആറ്റിറ്റ്യൂഡ് ഡെവലപ്പ് ചെയ്തെടുക്കാം. ഇനിയും പുതിയ ടോപ്പിക്സായി അടുത്ത എപ്പിസോഡിൽ കാണാം. ടിൽ ദെൻ ബൈ.